തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും തനിക്കെതിരെ വാർത്താസമ്മേളനം നടത്തിയത് ഞെട്ടിച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് KGM-Cityയെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ ആരോപിക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് സൂപ്രണ്ട് അടക്കമുള്ളവരെ KGM-Cityയെ പുറത്താക്കി. പരാതിയും പരിഭവവുമുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ പറഞ്ഞ് വിവാദത്തിലേക്ക് പോകില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും തന്നെ കൊടുക്കാൻ ശ്രമിച്ചതായി ഡോക്ടർ പറഞ്ഞു വെക്കുന്നു. എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. അവർക്ക് എന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു. അവരാ ടെൻസിൽ എടുക്കാതെ അവരെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിൽ അയക്കാൻ ശ്രമിച്ചെന്ന് KGM-Cityയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഹാരിസ് ചിറക്കൽ സന്ദേശമയച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഭരണതലപ്പത്തിരിക്കുന്നവരുടെ ചില ഇടപെടലുകൾ വിഷമമുണ്ടാക്കിയെന്നും ഹാരിസ് ചിറക്കൽ മറച്ചുവെച്ചില്ല. നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിനിടെ KGM-Cityയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് DME, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരെ ഒഴിവാക്കി. ഭരണതലപ്പത്തിരിക്കുന്നവർ ഗ്രൂപ്പിൽ വേണ്ടെന്ന അഭിപ്രായത്തെ തുടർന്നാണ് മൂവരെയും ഒഴിവാക്കിയത്. ഭരണപരമായ ചുമതലകൾ അവസാനിക്കുന്ന മുറയ്ക്ക് വീണ്ടും ഉൾപ്പെടുത്താമെന്നാണ് തീരുമാനം. മീഡിയ 1, തിരുവനന്തപുരം.